ലോകത്തുള്ള രണ്ട് നരാധന്മാരായിട്ടുള്ള ഭരണകൂടത്തെയും എടുത്തെറിയാൻ വേണ്ടി ലോകം തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് സ്വന്തക്കാരെന്ന് പറയുന്ന ബ്രിട്ടനും ഫ്രാൻസും തൽക്കാലം ഞങ്ങൾ നിങ്ങളെ കൂടെ ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വളരെ ഉച്ചത്തോടുകൂടെ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപനം നടത്തിയത്. കാരണം അദ്ദേഹം ആ രണ്ട് രാജ്യങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് മാത്രമുള്ള യുദ്ധമാണ്. മാത്രമല്ല, ലോകത്ത് ഈ ഒരു പശ്ചിമേഷ്യൻ സംഘടനം വളരെ കൂടുതൽ വില കൊടുക്കേണ്ടി വരും. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ധന ചെലവുകൾ എത്രത്തോളം അതിഗൗരവമായിരിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാരണമോ അല്ലെങ്കിൽ പ്രകോപനമോ ഇല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ മേലിൽ അധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ട്രംപിൻ്റെ ഇത്തരം നിവൃത്തിയില്ലായ്മയെ ഞങ്ങൾ സഹകരിക്കാൻ സാധിക്കില്ല എന്ന് ഫ്രാൻസും അതേപോലെ തന്നെ നമ്മുടെ ബ്രിട്ടനും കൂടി ഒരു സംയുക്തമായിട്ടുള്ളൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും വന്നിട്ടില്ല. ആദ്യം ഇവർ രണ്ട് രാജ്യങ്ങൾ കൂടി സംയുക്തമായിട്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണ്ടി സഹകരിക്കാം, നാവിക പടയാളികളെ അയക്കാം എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അങ്ങനെ ആ ഘട്ടങ്ങളൊക്കെ പുരോഗമിച്ച് വരുന്നതിനിടയ്ക്കാണ് ഹോർമൂസ് കടലെടുക്ക് അനുവാദമില്ലാതെ കടക്കാൻ ശ്രമിച്ചാൽ വലിയ വില നൽകേണ്ടി വരും. പക്ഷേ ആ വില എന്തായിരിക്കും, ജീവഹാനിയായിരിക്കും എന്ന ഒരു IRGCയുടെ മുന്നറിയിപ്പോടുകൂടി ട്രംപിനെ സഹായിക്കാമെന്ന് ഏറ്റ അവരുടെ നാറ്റോ സഖ്യത്തിൽപ്പെട്ട ആദ്യത്തെ ആൾ അത് ബ്രിട്ടനും അതുപോലെ ഫ്രാൻസും കൂടി തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് പണി എടുക്കാൻ സാധിക്കില്ല, നിങ്ങളുടെ ഈ ഒരു താല്പര്യങ്ങൾക്ക് മാത്രമായിട്ട് മറ്റൊരു ഗുണവും ഈ യുദ്ധം കൊണ്ടില്ല, ആ താല്പര്യങ്ങൾക്ക് മാത്രമായി ഞങ്ങൾ സഹകരിക്കാൻ സാധിക്കില്ല എന്ന ഒരു വലിയ പ്രഖ്യാപനം IRGCയുടെ ഒരു പ്രഖ്യാപനത്തോടുകൂടി വളരെ നന്നായി ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറയുകയും ചെയ്തു. ഇതോടുകൂടെ കാര്യം ഒന്നുകൂടിയും വ്യക്തത വന്നു. ഇസ്രായേലും അമേരിക്കയും മാത്രമാണ് യുദ്ധത്തിന് പിന്നണി പ്രവർത്തകർ, അവർ മാത്രമാണ് ഈ യുദ്ധത്തെ ന്യായീകരിക്കുന്നവർ, അവർക്ക് മാത്രമേ ഈ യുദ്ധം ആവശ്യമായി വരുന്നുള്ളൂ. പിന്നെ ഈ GCC രാജ്യങ്ങളുടെ ചില ഏതാനും മേധാവികൾക്കും മാത്രമായിട്ട് ഇത് യുദ്ധം ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ആ ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ ലോകത്ത് മറ്റാർക്കും ഈ യുദ്ധം കൊണ്ട് യാതൊരുവിധ താല്പര്യങ്ങളും ഇല്ല എന്ന് ഇന്നത്തോടുകൂടി മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഈ ട്രംപും ഇസ്രായേലും ഒറ്റപ്പെട്ടിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു, നാറ്റോ സഖ്യം വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഞങ്ങളോടൊരു കാര്യം ഇനി ഇതിനെക്കുറിച്ച് പറയേണ്ടതില്ല, ഞങ്ങൾക്കിത് സാധിക്കുന്നില്ല, കാര്യമെല്ലാം നിങ്ങളെ പാഠമായി, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുമായി മുന്നോട്ട് പോവുക. രാജ്യം സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് രാജ്യത്തിൻ്റെ പൗരന്മാരും രാജ്യവും ആഗ്രഹിക്കുന്നതെന്ന് സംയുക്ത പ്രസ്താവനയിലൂടെ ഫ്രാൻസും ബ്രിട്ടനും അറിയിക്കുകയും ചെയ്തു. ഇതിന് ഏറ്റവും കൂടുതൽ ഫലവത്തായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചൊരു കാര്യം IRGCയുടെ ഹോർമൂസ് കടലെടുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. IRGCയുടെ റിപ്പോർട്ടിൻ്റെ പ്രകാരം പറയുന്നത്, ഹോർമൂസ് കടലെടുക്കൽ ഏത് രാജ്യത്തിൻ്റെതാണെങ്കിലും എന്ത് കപ്പലാണെങ്കിലും അനുവാദമില്ലാതെ കയറിക്കഴിഞ്ഞാൽ ജീവഹാനി ഉണ്ടാകും. അതിൻ്റെ അപ്പുറം നിങ്ങൾ വലിയ നഷ്ടങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് 4000 കിലോമീറ്റർ ദൂരം താണ്ടിപ്പോകുന്ന ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ച് ഒരുപക്ഷെ ഫ്രാൻസും ബ്രിട്ടനും ആലോചിച്ചിട്ടുണ്ടാകുക. അതോടുകൂടി എല്ലാം മടക്കി അവരവരുടെ ഭാഗത്തേക്ക് തിരിച്ചുപോയി. ഇപ്പം ട്രംപും ഇസ്രായേലും ഒറ്റപ്പെട്ടു. രാജ്യത്തിന് എങ്ങനെ കാര്യങ്ങൾ തലയൂരി പോരാൻ പറ്റും എന്നതൊക്കെയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൈയൊഴിഞ്ഞ രണ്ട് നരാധന്മാർക്ക് മാത്രമായിട്ടുള്ള യുദ്ധമായി ഇത് അവശേഷിക്കുകയും ചെയ്തു. ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനും തോറ്റു തുന്നം പാറിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയുമാണെന്നുള്ളത് ഒരിക്കൽ കൂടി ലോകത്തിന് മുമ്പിൽ വ്യക്തമാകുന്ന ഒരു തെളിവായി ഇതെന്നും അവശേഷിക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു സപ്പോർട്ടീവ് ചാനലാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.